മലപ്പുറത്ത് ഒരു ചെറിയ അപകടം. സ്കൂൾ ബസ്സിലെ ദ്വാരത്തിൽ വിദ്യാർത്ഥിയുടെ വിരൽ കുടുങ്ങിപ്പോയി. 7ാം ക്ലാസ്സുകാരിയുടെ വിരലാണ് കുടുങ്ങിയത്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 1 മണിക്കൂർ നീണ്ടുപോയ ശ്രമത്തിനൊടുവിലാണ് ഈ വിരൽ ദ്വാരത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. വിപിൻ സി വിജയൻ ശരിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ. വിപിൻ പറയൂ. SKN ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. കൊണ്ടോട്ടിയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഫാത്തിമ ഇനായ പഠിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ സ്കൂൾ ബസിന്റെ വിൻഡോ സീറ്റിലാണ് കുട്ടി ഇരുന്നിരുന്നത്. ആ സമയത്ത് ഈ വിരൽ ഈ ദ്വാരത്തിൽ കുടുങ്ങുകയായിരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടവും ആക്സിഡന്റും KSRTCയിലുള്ള അപകടങ്ങളും ആക്സിഡന്റും ഒക്കെ നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ സ്കൂൾ ബസ്സുകൾ അല്ലെങ്കിൽ സ്കൂൾ ഓട്ടോകളെ കുറിച്ചൊക്കെ. അതായത് ഓട്ടോറിക്ഷകളൊക്കെ പിള്ളേരെടുക്കാൻ പോണത് അവരെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞു തരില്ല. എന്നാലും അവരിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ഈ വിരലിൽ ഇത് പുറത്തിട്ടു എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ, അത്തരം ബസ്സുകളിലൊക്കെ ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊക്കെ എഴുതിയിരുന്ന പോലെ അവിടെ ഒരു വാചകങ്ങൾ കൈയും തലയും ഇടരുതെന്നുള്ള കാര്യം. ചില കുട്ടികളുടെ കുസൃതിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. പക്ഷെ എന്തായാലും കർശനമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ ആ ബസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് പാലിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എപ്പോഴും ഒരുപാട് തിക്കി നിറച്ചുകൊണ്ട് പോകുന്ന ഇന്നാളുകൾ ഏതൊരു റീലിൽ ഞാൻ കണ്ടായിരുന്നു. ബസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് ഒരു പിള്ളേരെ തൂക്കി വിട്ടുകൊണ്ട് പ്രൈവറ്റ് ബസ്സിലൊക്കെ തിക്കി നിറയ്ക്കുന്ന പോലെ. അതൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 ട്രിപ്പ് വെച്ച് അടിച്ചാൽ മതി. വേറെ വല്ല ആൾക്കാരെയൊന്നും കയറ്റാനില്ലല്ലോ, ആ പിള്ളേരെ അത്ര വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2 ട്രിപ്പ് വെച്ച് അടിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മദ്യപിച്ചൊന്നും, അത് ഇവിടെയും കർശനമായിട്ടുള്ള കാര്യമാണ്. മദ്യപിച്ചിട്ട് പലരെയും അങ്ങനെ പിടിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വേണ്ടി പുറത്താക്കിയിട്ടുള്ള കേസുമുണ്ട്. മദ്യപിച്ചിട്ടൊക്കെ ബസ് ഓടിക്കുന്നവരെ, സ്കൂൾ ബസ് ഓടിക്കുന്നവരെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും അവരുടെ സുരക്ഷതയാണ്, സ്കൂൾ കുട്ടികളുടെ സുരക്ഷതയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എപ്പോഴും കിളി ഉണ്ടാവുമല്ലോ, മിക്ക സ്കൂൾ ബസ്സിലും ഉണ്ടാവില്ല. അവരെ ഒന്ന് ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുക. അവർ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഡ്രൈവറിങ് നോക്കിയോളും. പക്ഷേ ചുറ്റുമുള്ള വിദ്യാർത്ഥികളൊക്കെ എന്തെങ്കിലും തല പുറത്തിട്ടാണ്, ചിലപ്പോൾ അവർ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ചില കൈയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ആ കൂടിയിരിക്കുന്ന കിളിയായിട്ട് ഇങ്ങനെ ആ ആൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളിലും ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ കൈയൊക്കെ പുറത്തിട്ടുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കാണാറുണ്ട്. കുഞ്ഞുങ്ങളെ കൈയൊക്കെ പുറത്തുതന്നെ കാണാറുമുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു ശ്രദ്ധ മികച്ചം പാലിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പോൾ ലഹരി വിരുദ്ധനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കേണ്ടത്, അതുപോലെ വണ്ടിയിലൊക്കെ എങ്ങനെ ഇരിക്കണം എന്നുള്ള ക്ലാസ്സുകൾ കൂടി ഒരു കർശനമായിട്ട് അത് ട്യൂട്ടോറിയലായിട്ടൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും.